JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി പരീക്ഷ ജൂലൈ 12-ാം തീയതി നടന്നു അല്ലേ. അപ്പോൾ ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ പരീക്ഷ എഴുതി. ധാരാളം ഉദ്യോഗാർത്ഥികൾ എന്നെ വിളിക്കുകയുണ്ടായി. അവർക്കൊക്കെ തന്നെ ഞാൻ എടുത്ത ക്ലാസ്സിൽ നിന്ന് ധാരാളം ചോദ്യങ്ങൾ വന്നു എന്ന് പല ഉദ്യോഗാർത്ഥികളും എന്നോട് പറയുകയും അവർക്കെല്ലാവർക്കും തന്നെ നമ്മുടെ ക്ലാസ്സുകളെല്ലാം തന്നെ നമ്മുടെ അക്കാഡമിയുടെ ക്ലാസ്സുകളും അതോടൊപ്പം തന്നെ ഞാൻ റാങ്ക് ഫയൽ തയ്യാറാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. റാങ്ക് ഫയലിനകത്ത് സ്പെഷ്യൽ ടോപ്പിക്സും അതുപോലെ തന്നെ GK-യുടെ ഭാഗത്തു നിന്നൊക്കെ തന്നെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തന്നെ ഉദ്യോഗാർത്ഥികൾ എന്നെ വിളിച്ചു പറയുകയും അവരുടെ സന്തോഷം പങ്കുവയ്ക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഓരോ ഉദ്യോഗാർത്ഥികളും അവരുടെ പരീക്ഷയെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളൊക്കെ തന്നെ എന്നോട് പങ്കുവയ്ക്കുകയുണ്ടായി. അപ്പോൾ അവരുടെയൊക്കെ അഭിപ്രായത്തിൽ നിന്നും പൊതുവെ പരീക്ഷ വളരെയധികം പ്രയാസമായിരുന്നു എന്നുള്ളതാണ് ഓരോ ഉദ്യോഗാർത്ഥിയും പറഞ്ഞത്. മറ്റുള്ള പരീക്ഷകളെ അപേക്ഷിച്ച് വളരെയധികം പാടായിരുന്നു എന്നും ധാരാളം ഉദ്യോഗാർത്ഥികൾക്ക് മാർക്ക് കുറഞ്ഞു പോയി എന്നും പല ഉദ്യോഗാർത്ഥികളും അഭിപ്രായം എന്നോട് പറയുകയുണ്ടായി. അപ്പോൾ തൊഴിൽ വാർത്തയിൽ ഇതിന്റെ കട്ട് ഓഫിനെ സംബന്ധിച്ച് വിശദമായ ഒരു ലേഖനം ഇന്ന് കാണുകയുണ്ടായി. പല ഉദ്യോഗാർത്ഥികളും എന്നോട് എത്ര മാർക്ക് കട്ട് ഓഫ് മാർക്ക് വരും, നമുക്ക് സാറേ എത്ര മാർക്ക് കിട്ടിയാൽ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ എത്തിച്ചേരാൻ സാധിക്കും എന്നതിനെ കുറിച്ചൊക്കെ വളരെയധികം ഉദ്യോഗാർത്ഥികൾ എന്നോട് ചോദിക്കുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തൊഴിൽ വാർത്തയിൽ വന്ന കട്ട് ഓഫ് ഒക്കെ കുറിച്ച് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ജൂലൈ 12 നടന്ന PSC പരീക്ഷ പുതുമയുള്ളതും വേറിട്ടതുമായ ചോദ്യങ്ങളിലൂടെ ശ്രദ്ധേയമായി എന്നുള്ളതാണ് ഉദ്യോഗാർത്ഥികളുടെ ഒക്കെ തന്നെ പൊതുവെ അഭിപ്രായം. 1,71,985 പേരാണ് പരീക്ഷയ്ക്ക് കൺഫർമേഷൻ നൽകിയിരുന്നത്. ഇതില് 1,04,769 പേരാണ് പരീക്ഷ എഴുതിയത്. അതായത് 60.92% പേർ മാത്രമാണ് പരീക്ഷയ്ക്ക് ഹാജരായത്. അതുപോലെ തന്നെ പൊതുവിജ്ഞാന കറണ്ട് അഫയേഴ്സ് ഭാഗത്തു നിന്നുള്ള പുതുമയുള്ള സമീപനമാണ് ചോദ്യകർത്താവ് സ്വീകരിച്ചത്. പരിചിതമായ വിവരങ്ങളെ കൂടുതൽ ആഴത്തിൽ അവതരിപ്പിക്കുന്ന ശൈലിയായിരുന്നു മുൻഗണന. ഓരോ വിവരവും എത്രത്തോളം വിശാലമായി ഉദ്യോഗാർത്ഥി മനസ്സിലാക്കി എന്നുള്ള പല ചോദ്യങ്ങളിൽ നിന്നും പരിശോധിക്കപ്പെട്ടത്. അതുപോലെ തന്നെ ചോദ്യങ്ങളുടെ ശൈലി, നിലവാരം എന്നിവ കണക്കെടുക്കുമ്പോൾ ഈ പരീക്ഷയ്ക്ക് മാർക്ക് പൊതുവെ ഉദ്യോഗാർത്ഥികൾക്ക് നേടാവുന്ന രീതിയിലല്ലായിരുന്നു എന്നുള്ളതാണ് പല ഉദ്യോഗാർത്ഥികളുടെ അഭിപ്രായങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. വിവിധ സിലബസ് ഭാഗങ്ങൾ നടത്തിയ തയ്യാറെടുപ്പിൽ ഉദ്യോഗാർത്ഥികൾക്കുള്ള കോൺഫിഡൻസ് പരിശോധിക്കുന്ന വിവിധ തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ വന്നു. അതുപോലെ തന്നെ മൗലിക കടമകളെ പെടാത്തവ ഏത് എന്ന ചോദ്യം ഇത്തരത്തിലേത് ആയിരുന്നു. അതുപോലെ തന്നെ ബയോളജി, പൊതുജനാരോഗ്യവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉദ്യോഗാർത്ഥികൾക്ക് പൊതുവെ പരിചിതമില്ലാത്തതായിരുന്നു എന്നുള്ളതായിരുന്നു ഈ പരീക്ഷയുടെ ഒരു പ്രത്യേകത. പൊതുവെ ഈ ഭാഗത്തു നിന്ന് വന്ന ഒരു ചോദ്യം ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഓപ്പറേഷൻ അമൃത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എന്ന ചോദ്യം, ഓപ്പറേഷൻ അമൃത് പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന മറ്റൊരു ചോദ്യവുമായി വരികയും ചെയ്തു. കേരള ചരിത്ര സോഴ്സുകൾ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വലിയ കടുപ്പമുള്ളതായിരുന്നു. അതുപോലെ തന്നെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ മിക്കതും വിവരണാത്മക ശൈലിയായിരുന്നു. അപ്പോൾ തൊഴിൽ വാർത്തയിൽ ഇതിന്റെ കട്ട് ഓഫിനെ സംബന്ധിച്ച് ഒരു ലേഖനം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ആ ലേഖനത്തെ സംബന്ധിച്ചാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തത്. അപ്പോൾ 53-നും 58-നും ഇടയ്ക്ക് കട്ട് ഓഫ് മാർക്ക് വരുമെന്നാണ് തൊഴിൽ വാർത്തയിലൂടെ ലേഖനത്തിൽ പറയുന്ന. ഉദ്യോഗാർത്ഥികളൊക്കെ തന്നെ പൊതുവെ മാർക്കിന്റെ കാര്യത്തിൽ വളരെയധികം കുറവാണ് കിട്ടിയത് എന്ന് പല ഉദ്യോഗാർത്ഥികളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ തൊഴിൽ വാർത്തയിൽ പറഞ്ഞിരിക്കുന്ന കട്ട് ഓഫ് 53-നും 58-നും ഇടയ്ക്കായാണ് കട്ട് ഓഫ് മാർക്ക് വരാൻ സാധ്യത എന്നാണ് തൊഴിൽ വാർത്ത പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓരോ ഉദ്യോഗാർത്ഥിയും എത്ര മാർക്കാണ് കട്ട് ഓഫ് മാർക്ക് വരുന്നത് എന്നതിനെ കുറിച്ച് ധാരാളം ഉദ്യോഗാർത്ഥികൾ ആശങ്കയിൽ നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ തൊഴിൽ വാർത്തയിൽ വന്ന ഈ ലേഖനങ്ങളൊക്കെ തന്നെ ഇങ്ങനെയുള്ള കട്ട് ഓഫ് മാർക്കിന്റെ പ്രതീക്ഷിത കട്ട് ഓഫ് മാർക്കിന്റെ ലേഖനങ്ങൾ ഉദ്യോഗാർത്ഥികൾക്ക് ഒരു ഉയർന്ന ചിന്താഗതിയിലേക്ക് റാങ്ക് ലിസ്റ്റ് വരാനുള്ള സാധ്യതയുള്ള ഉദ്യോഗാർത്ഥികളുടെ ഒരു എത്ര മാർക്ക് ഉണ്ട് എന്നതിന്റെ പരിശോധനയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ എത്ര മാർക്ക് ഓരോ ഉദ്യോഗാർത്ഥികൾക്ക് ലഭിച്ച മാർക്കുകളൊക്കെ തന്നെ പല ഉദ്യോഗാർത്ഥികളും പറയുകയുണ്ടായി. എങ്കിലും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിച്ച മാർക്കുകളൊക്കെ തന്നെ കമന്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആർക്കൊക്കെ ലിസ്റ്റിൽ വരുമെന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് വ്യക്തമായ ഒരു ധാരണയിൽ എത്താൻ സാധിക്കും. അപ്പോൾ തൊഴിൽ വാർത്തയിൽ വന്ന പ്രതീക്ഷിത കട്ട് ഓഫ് മാർക്ക് 53-നും 58-നും ഇടയ്ക്കാണ്. അപ്പോൾ ഓരോ ഉദ്യോഗാർത്ഥികളും തങ്ങൾക്ക് ലഭിച്ച മാർക്കുകൾ
കൃത്യമായിട്ട് തന്നെ വിലയിരുത്തി അതിൻ്റെ കട്ട് ഓഫിൻ്റെ മാർക്കുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.